നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന റെസിപ്പീസ് ഒക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്നത്തെ റെസിപ്പി ഒരു ചീര തോരനാണ്. ബസല്ല ചീര ഉപയോഗിച്ചിട്ടാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. ബസല്ല ചീര നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് കരുതുന്നു. ഇതിന് മലബാർ സ്പിനാച്ചും എന്നറിയപ്പെടുന്നുണ്ട്. സാധാരണ ചീര തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. വൈറ്റമിൻ എ, സി, അയേൺ, കാൽഷ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു ചീരയാണിത്. പിന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിൽ ഈ ചീര പല സ്കിൻ ഡിസീസിനും അൾസറിനുമൊക്കെ മരുന്നായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ചീരത്തോരൻ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ. തോരൻ ഉണ്ടാക്കാനായി ഞാനിവിടെ കുറച്ച് ബസല ചീര നന്നായി കഴുകി വൃത്തിയായി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർക്കാം. കുറച്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 3 പച്ചമുളകാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ കൂട്ടാവുന്നതാണ്. ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ചീര ചേർത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ചീരയിൽ നിന്നുള്ള വെള്ളം തന്നെ മതിയാവും ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. തുറന്നു വെച്ച് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം, കാരണം അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ചീര നന്നായി വെന്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനല്ലേ ഇത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്